ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് സൽക്കാര വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബീഫ് ഫ്രൈഡ് റൈസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് റൈസാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് വേവിച്ചിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ചെറുതായിട്ട് ബോൺലെസ് ചിക്കൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ കളറിലുള്ള ചിക്കനാണ് വേണതെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ റൈസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷം പിന്നെ അടച്ച് വെക്കേണ്ട കേട്ടോ. റൈസ് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വിട്ട് നിൽക്കുന്ന ഒരു പരുവാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കണം. ഒത്തിരി വേവിച്ചെടുക്കരുത്. ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ റൈസ് വിട്ട് നിൽക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ റൈസ് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നല്ല തണുത്ത റൈസാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കിതൊരു തട്ടിലോട്ട് മാറ്റിയിട്ട് തണുപ്പിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായി വേവിച്ച റൈസ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഊറ്റിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വരും, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഞാനൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനാണ്. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്താലും മതി. സ്പ്രിംഗ് ഒനിയൻ എന്ന് പറയുന്നത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും കൂടി ചേർക്കുക. പിന്നെ ബീൻസ് ഒരു 6 വലിയ ബീൻസാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം, അതുപോലെ സെലറി, ക്യാബേജ് ഒക്കെ ചേർക്കാം കേട്ടോ. ഗ്രീൻ പീസ് ഒക്കെ വേവിച്ചതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിൻ്റെ സൈഡിലോട്ട് മാറ്റുക. ഇനി ഇതിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്തതാണ് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയൊന്ന് ചിക്കി എടുക്കുക കേട്ടോ. മുട്ട ചിക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വെജിറ്റബിൾസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ ക്യാപ്സിക്കം ചേർക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാപ്സിക്കം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സോസുകൾ ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. റെഡ് ചില്ലി സോസ് വേണം കേട്ടോ ചേർക്കാൻ. ഇനിയിപ്പോൾ റെഡ് ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചില്ലി സോസ് ചേർത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് തണുപ്പിച്ചിട്ടുള്ള റൈസ് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് റൈസ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തണുത്ത റൈസ് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് ചൂടോട് കൂടി ചേർക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. തണുത്ത റൈസ് ആകുമ്പോൾ വിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നല്ല തണുത്ത റൈസ് ചേർത്താലാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ലൊരു ടെക്സ്ചർ കിട്ടുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ ചേർക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്.
പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലെണ്ണ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ തണുത്ത റൈസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ റൈസിലൊക്കെ ചൂട് കിട്ടുന്ന വിധം നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ റൈസ് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കും വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്